പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SSLC പരീക്ഷയിലൊക്കെ വിജയം കൈവരിച്ച് +1 പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിച്ചവരാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് എന്താണ് അലോട്ട്മെന്റുകളെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ നമുക്ക് സന്തോഷ വാർത്ത, +1 ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ അലോട്ട്മെന്റ് ലിസ്റ്റ് നമ്മൾ വ്യക്തമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റ് നോക്കിയിട്ട് പരിശോധിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എങ്കിൽ ഏത് സ്കൂളിലാണ്, കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ വിശദമായിട്ട് എന്നാണ് ചേരേണ്ട ഡേറ്റ്, അവസാന ഡേറ്റ് എന്നാണ് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്തെല്ലാം രേഖകളാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റ് നോക്കിയിട്ട് ബന്ധപ്പെട്ട രേഖകളൊക്കെ നോക്കി പരിശോധിച്ച് നമ്മുടെ യഥാസമയം തന്നെ സ്കൂളുകളിൽ നമ്മൾ ഹാജരാവുകയും അഡ്മിഷൻ എടുക്കുകയും വേണം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അഡ്മിഷൻ ജൂൺ 3 10 മണി മുതൽ ജൂൺ 5 5 മണി വരെയാണ്. ജൂൺ 3 10 മണി മുതൽ ജൂൺ 5 5 മണി വരെ സമയത്ത് തന്നെ എത്രയും വേഗം നിങ്ങളെ ബന്ധപ്പെട്ട സ്കൂളിൽ എത്തിയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ബന്ധപ്പെട്ട രേഖകളൊക്കെ അതിനു മുമ്പേ തന്നെ നിങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്നൊക്കെ വാങ്ങിച്ചു വെക്കണം. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിലുണ്ടാവും. പിന്നെ വേണ്ട രേഖകളൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ വാങ്ങി വെക്കണം. നമുക്ക് പെർമനന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ പ്രവേശനം നേടാം. ടെമ്പററി ആയിട്ടാണ് പ്രവേശനം നേടുന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ പെർമനന്റ് ആയിട്ടാണ് നമ്മൾ അഡ്മിഷൻ നേടുന്നതെങ്കിൽ ഫീസ് അടക്കണം. താൽക്കാലികമായിട്ടാണെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൺവേ ചെയ്യാനുള്ളത്. കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ ശേഖരിച്ചിട്ട് സമയത്ത് തന്നെ യഥാസമയത്തിന് അഡ്മിഷൻ നേടുക. വളരെയധികം ടൈറ്റായ കോമ്പറ്റീഷനാണ്, നമുക്കറിയാമല്ലോ. +1 പ്രവേശനം എന്ന് പറയുമ്പോൾ ഓരോ കുട്ടികളെ ഫുൾ A+ വാങ്ങിയിട്ട് ഇപ്പോൾ പ്രവേശനത്തിന് വേണ്ടി ആകാംക്ഷഭരിതരായിട്ട് കാത്തിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലൊക്കെ ഫുൾ A+ കിട്ടിയിട്ട് പോലും ഇഷ്ടപ്പെട്ട വിഷയത്തിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി നമുക്ക് ചിലപ്പോൾ ഒരു ചാൻസ് നഷ്ടപ്പെടാൻ. പിന്നെ ആ ചാൻസ് നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇനി അടുത്ത അലോട്ട്മെന്റുകൾ വരുന്ന മുറക്ക് അതിന്റെ വിവരങ്ങൾ, വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അവസാനം പെർമനന്റ് ക്ലാസ് തുടങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ +1 കുട്ടികൾക്കുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സും അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൈമാറുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.